ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹോണ്ട അമേസ് CVTയുടെ തേർഡ് സർവീസിൻ്റെ ഡീറ്റെയിൽസും പിന്നെ മൈലേജ് ഇമ്പ്രൂവ്മെൻറ്റും പിന്നെ റൈഡിങ് കംഫർട്ടും പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും അതിൻ്റെ എല്ലാം ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ വണ്ടിയുടെ 2 സർവീസിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. ഇത് 3ാമത്തെ സർവീസാണ്. ഫസ്റ്റ് 2 സർവീസും ഫ്രീ സർവീസായിരുന്നു, 0 ബില്ലായിരുന്നു. തേർഡ് സർവീസ് മുതൽ നമുക്ക് പെയ്ഡ് സർവീസ് തുടങ്ങിയാണ്. അപ്പോൾ തേർഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ ആകുമ്പോഴാണ് നമുക്ക് ഏതാണ് ആദ്യം വരുന്നത് അങ്ങനെയാണ് തേർഡ് സർവീസ് വരുന്നത്. അപ്പോൾ തേർഡ് സർവീസിൽ നമ്മുടെ വണ്ടിക്ക് വന്ന പ്രൈസും ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിക്ക് നമുക്ക് എന്ത് മൈലേജ് കിട്ടുന്നുണ്ടെന്നും ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞായിരുന്നു എനിക്ക് ആവറേജ് മൈലേജ് 11 കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചെന്ന്. ഇപ്പോൾ നമുക്ക് ആവറേജ് മൈലേജ് ഇതിൽ നോക്കിയാൽ കാണാം 12.4. അതായത് മൈലേജ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി പറയുന്നത് സത്യമാണ്. അതായത് 10,000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് വണ്ടി, അതായത് 2 സർവീസ് കഴിയുമ്പോൾ മൈലേജ് കൂടുമെന്ന് അവർ പറയുന്നത് സത്യമാണ് ആക്ച്വലി. അപ്പോൾ എൻ്റെ വണ്ടിക്ക് 13 കിട്ടുന്നുണ്ട് ഇപ്പോൾ മൈലേജ് സിറ്റിയിൽ. ഇതിപ്പോൾ 12.4 കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി കുറേ നേരം AC ഒക്കെ ഇട്ട് വെറുതെ ഓണാക്കി കിടന്ന് റിലാക്സ് ചെയ്യുമായിരുന്നു കുറച്ച് വെയിൽ കൂടിയ സമയത്ത്. അങ്ങനെ മൈലേജ് ഡ്രോപ്പ് ആയതാണ്. പിന്നെ എനിക്ക് ട്രിവാൻഡ്രം പോയപ്പോൾ എനിക്ക് 18-19 കിലോമീറ്ററോളം മൈലേജ് കിട്ടിയായിരുന്നു വർക്കല പോയപ്പോൾ. ഇനി നമുക്ക് ബില്ലിലേക്ക് കിടക്കാം. അതായത് തേർഡ് സർവീസിൽ നമുക്ക് എന്ത് കോസ്റ്റ് വന്നു എന്ന് നോക്കാം. ഫസ്റ്റ് പേജ് ഇതിപ്പോൾ ഓക്കെ. നെക്സ്റ്റ് സർവീസ് ഇൻ്റർവെല്ലിൽ ഇനി 7/11/2023 എന്നാണ് പറയുന്നത്. അതായത് നവംബറിലാണ് ഇനി അടുത്ത സർവീസ്. അപ്പോൾ തേർഡ് സർവീസ് മുതൽ നമുക്ക് 10,000 കിലോമീറ്ററാണ് പിന്നെയുള്ള സർവീസുകളെല്ലാം വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് പെയ്ഡ് സർവീസിൽ വന്നേക്കുന്ന എമൗണ്ട് നിങ്ങൾ കാണേണ്ടതാണ്. ഫസ്റ്റ് പെയ്ഡ് സർവീസ് ഞാനൊരു 6,000-7,000 രൂപയ്ക്കാണ് പ്രതീക്ഷിച്ച് വെച്ചത്. കാരണം ഹോണ്ടയാണല്ലോ, ബ്രാൻഡാണല്ലോ എന്നൊക്കെ പേടിച്ചിട്ട്. എനിക്ക് ആകെ വന്നത് 2,441 രൂപ വന്നുള്ളൂ. താങ്ക് ഗോഡ്. അപ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവർ വളരെ റീസണബിളായിട്ടേ ചാർജ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ 2,441 രൂപയിൽ 250 രൂപ, അതായത് 250 റുപ്പീസ് ഞാൻ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി എടുത്തുകൊണ്ടാണ്. അതായത് അവിടെ നിന്നൊരു ആൾ വരും. ആൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് കൊണ്ടുപോയി സർവീസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരും. പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് എന്ന് പറയും. അതിന് 250 ചാർജ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് 2,441 റുപ്പീസ് വന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പവർ ചെയ്ത് ഓടിക്കുമ്പോൾ മൈലേജ് കുറയുന്നുണ്ട്. അതായത് സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കുമ്പോൾ മൈലേജ് കുറയുന്നുണ്ട്. എന്താ പറയുന്നത്, നോർമൽ ഡ്രൈവ് മോഡിലിട്ട് ഓടിക്കുന്നതാണ് ബെറ്റർ മൈലേജ് ആഗ്രഹിക്കുന്നവർ. പിന്നെ മലയൊക്കെ കയറുകയാണെങ്കിൽ സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് വണ്ടി കയറിക്കോളും. പിന്നെ വേറെ എന്താണ്, നമ്മൾ AC എന്താ പറയുന്നത്, AC മാക്സിമം ഇട്ടിട്ട് ഓടിക്കുന്നതിന് പകരം AC ഒന്നിട്ടിട്ട് വണ്ടി കൂളായതിന് ശേഷം പിന്നെ ഫാനിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കുറച്ച് പെട്രോളൊക്കെ ലാഭിക്കാം, മൈലേജ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ 4 ടയേഴ്സിലെയും എയർ പ്രഷർ എപ്പോഴും ചെക്ക് ചെയ്യുക, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയും നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ വണ്ടി 1 വർഷമായെന്ന് പറയൂല, ഇപ്പോഴും ഭയങ്കര സ്മൂത്താണ്. എടുത്ത പോലെ തന്നെയാണ് വണ്ടി ഇപ്പോഴും. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് ഒട്ടും ടയേർഡ് ആവുന്നില്ല, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.